ഇന്ന് സെപ്റ്റംബർ 19 ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് സിനിമാ സീരീസുകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചയിലെ OTT റിലീസുകളും പ്രധാനപ്പെട്ട സിനിമാ സീരീസുകളുടെ OTT അപ്ഡേറ്റുകളുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് ആണ് 4-5 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തി മികച്ച റെസ്പോൺസ് നേടി തിയേറ്ററിൽ വിജയിച്ച് 40 കോടി കളക്ഷൻ നേടിയ വായ എന്ന മലയാളം കോമഡി സിനിമ വരുന്ന ഞായറാഴ്ച രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 23 തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT ട്രെയിലർ ഒഫീഷ്യൽ OTT പോസ്റ്ററും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തത് മലയാളം ഭാഷയിൽ ലഭ്യമാക്കിയ തെലുങ്ക് സിനിമയാണ് രവി തേജ നായകനാകുന്ന നല്ല അഭിപ്രായങ്ങൾ നേടാതെ തിയേറ്ററിൽ പരാജയപ്പെട്ട ഈഗിൾ എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ കന്നഡ, മലയാളം ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ നേരത്തെ ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ അങ്ങനെ ആമസോൺ പ്രൈമിലൂടെ 4 സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാക്കിയിരിക്കുകയാണ്. തെലുങ്ക് മിസ്റ്ററി ത്രില്ലർ സീരീസായ മിസ്റ്ററി ഓഫ് മോക്ഷ ഐലൻഡ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 20 തീയതി മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നാളെ സെപ്റ്റംബർ 20 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനമുണ്ടായ മലയാളം സിനിമയായിരുന്നു ആനന്ദപുരം ഡയറീസ്. സിനിമയുടെ OTTയിൽ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ആനന്ദപുരം ഡയറീസ് എന്ന സിനിമയ്ക്ക് പകരം CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന ക്രൈം ത്രില്ലർ മലയാളം സിനിമയാണ് നാളെ സെപ്റ്റംബർ 20 മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. സിനിമകളുടെ OTT മാറ്റം ഇന്ന് മനോരമ മാക്സ് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട്. വിക്രം നായകനാകുന്ന HD തമിഴ് പതിപ്പ് ലീക്കാക്കപ്പെട്ട തിയേറ്ററിൽ പരാജയപ്പെട്ട തങ്കളാൻ എന്ന തമിഴ് സിനിമ നാളെ സെപ്റ്റംബർ 20 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന നല്ല അഭിപ്രായങ്ങൾ നേടിയ മലയാളം സിനിമ നാളെ ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ 20 തീയതി OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാവുന്നത് മാത്രമാണ്. മിക്സഡും നെഗറ്റീവും അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ പരാജയപ്പെട്ട കോമഡി ഡ്രാമ മലയാളം സിനിമയാണ് ജലധാര പമ്പ് സെറ്റ്. സിനിമ ഈ ആഴ്ചയുടെ ആദ്യത്തിൽ ജിയോ സിനിമാസിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയാണ് പേച്ചി. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 20 തീയതി ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സാല എന്ന തമിഴ് ആക്ഷൻ ഡ്രാമ സിനിമയും നാളെ സെപ്റ്റംബർ 20 ആഹാ തമിഴിലൂടെ OTT റിലീസ് ചെയ്യും. തമിഴ് ഭാഷയിൽ മാത്രമായിരിക്കും OTT റിലീസ് ചെയ്യുക. ഡോപ്പമൈൻ എന്നൊരു തമിഴ് സിനിമയും സെപ്റ്റംബർ 20 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സിംപ്ലി സൗത്തിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമയും തമിഴ് ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ചെയ്യുക. ബോളിവുഡിലെ ഒരു മികച്ച സീരീസാണ് പഞ്ചായത്ത്. ഈ സീരീസിന്റെ തമിഴ് റീമേക്കാണ് തലൈവെട്ടിയാൻ പാളയം. നാളെ സെപ്റ്റംബർ 20 ആമസോൺ പ്രൈമിലൂടെ തമിഴ് ഭാഷയിൽ സീരീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. റൊമാന്റിക് ഡ്രാമ തമിഴ് സീരീസാണ് ഹൈ ഓൺ കാതല്. സീരീസിന്റെ എല്ലാ 4 എപ്പിസോഡുകളും ഇപ്പോൾ ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ബോളിവുഡിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് റസ്ലാൻ. സിനിമ സെപ്റ്റംബർ 21 തീയതി വരുന്ന ശനിയാഴ്ച രാത്രി 8 മണിക്ക് ജിയോ സിനിമാസിലൂടെയും കളേഴ്സ് സൈൻപ്ലക്സ് എന്ന TV ചാനലിലൂടെയും ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദിയിൽ നിന്നുമുള്ള കോമഡി സിനിമയാണ് ജോ തെരാ ഹേ വോ മെരാ ഹേ. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 20 തീയതി ജിയോ സിനിമാസിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ദിൽജിത്ത് ദോസാഞ്ച്, നീരു ബജ്വ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമെത്തുന്ന റൊമാന്റിക് കോമഡി പഞ്ചാബി സിനിമയാണ് ജട്ട് ആൻഡ് ജൂലിയറ്റ്. സിനിമയുടെ മൂന്നാമത്തെ ഭാഗം ജട്ട് ആൻഡ് ജൂലിയറ്റ് 3 ഇന്ന് ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബംഗാളി പീരിയോഡിക്കൽ ക്രൈം ആക്ഷൻ സിനിമയാണ് തൂഫാൻ. സിനിമ ഇന്ന് ചോർക്കി OTTയിലൂടെയും ഹോയ്ചോയ് OTTയിലൂടെയും ബംഗാളി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മാരുതി നഗർ സുബ്രഹ്മണ്യം എന്ന തെലുങ്ക് കോമഡി സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 20 തീയതി ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട തെലുങ്ക് ആക്ഷൻ ഡ്രാമ സിനിമയാണ് തിരക്കബദ്ധാര സ്വാമി. ഈ സിനിമ ഇന്ന് ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സബാത്തലു എന്നൊരു തെലുങ്ക് സിനിമയും ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡിൽ നിന്നുമുള്ള മാർവലിന്റെ ആക്ഷൻ അഡ്വഞ്ചർ ഫാന്റസി സീരീസാണ് അഗത്ത ആൾ അലോങ്. 9 എപ്പിസോഡുള്ള ഈ സീരീസിന്റെ ആദ്യ 2 എപ്പിസോഡ് ഇപ്പം മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ മാത്രം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. ലാസ്റ്റ് സ്ട്രോ എന്ന ഹോളിവുഡ് ഹൊറർ ത്രില്ലർ സിനിമ നാളെ രാവിലെ 9:30 ഓവർസീസിൽ ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ജോർജ് ഹച്ചർസൺ, ഫ്രാങ്ക് ഗ്രിലോ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഹോളിവുഡ് ആക്ഷൻ ക്രൈം വാർ സിനിമയാണ് ലോങ് ഗോൺ ഹീറോസ്. ഈ സിനിമയും നാളെ രാവിലെ 9:30 ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സ്ലിംഗ് ഷോട്ട് എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയും സ്ട്രേഞ്ചേഴ്സ് എന്ന ഹോളിവുഡ് സസ്പെൻസ് ആക്ഷൻ ത്രില്ലർ സിനിമയും എഫ്രേഡ് എന്ന ഹൊറർ ത്രില്ലർ സിനിമയും ബ്ലിങ്ക് ടൈറ്റ്സ് എന്ന ഹോളിവുഡ് സസ്പെൻസ് ത്രില്ലർ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ആന്തോളജി സീരീസാണ് മോൺസ്റ്റേഴ്സ്. സീരീസിന്റെ എല്ലാ 9 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിന്റെ ഹോളിവുഡ് ഫാമിലി മെലോ ഡ്രാമ സിനിമയാണ് ഹിസ് 3 ഡോക്ടേഴ്സ്. ഈ സിനിമ നാളെ ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹൈ പൊട്ടൻഷ്യൽ എന്ന ഹോളിവുഡ് കോമഡി ക്രൈം മിസ്റ്ററി
മിസ്റ്ററി സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഹുളു, ABC എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 9 എപ്പിസോഡ് ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. തുൾസ കിങ് എന്ന ആക്ഷൻ ഡ്രാമ ഹോളിവുഡ് സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആദ്യ എപ്പിസോഡ് ഈ ആഴ്ച പാരമൗണ്ട് പ്ലസിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 9 എപ്പിസോഡുകൾ എല്ലാ തിങ്കളാഴ്ചയും ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. പെൻഗിൻ എന്ന ഫാന്റസി ക്രൈം ഡ്രാമ ഹോളിവുഡ് സീരീസ് നാളെ സെപ്റ്റംബർ 20-ാം തീയതി ജിയോ സിനിമാസിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. കൂടാതെ HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലും OTT റിലീസ് ചെയ്യുന്നതാണ്. ഫ്രേഷ്യർ എന്ന ഇംഗ്ലീഷ് കോമഡി സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആദ്യ 2 എപ്പിസോഡ് ഇപ്പം പാരമൗണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 8 എപ്പിസോഡ് ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. കൊറിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസ് ആണ് ദ ടൈം വി വെയർ നോട്ട് ഇൻ ലവ്. സീരീസ് ഇപ്പം മുതൽ കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2012 റിലീസ് ചെയ്ത ലവ് ക്ലിനിക് എന്ന കൊറിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമയും സോങ്സ് ഓഫ് അസാസിൻസ് എന്ന 2022 റിലീസ് ചെയ്ത ചൈനീസ് ആക്ഷൻ അഡ്വഞ്ചർ ഹിസ്റ്റോറിക്കൽ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്രേവസ്റ്റ് എന്ന 2019 റിലീസ് ചെയ്ത ചൈനീസ് ഡിസാസ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമ ആക്ഷൻ ധമാക്ക എന്ന യൂട്യൂബ് ചാനലിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്.